തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ പല രാഷ്ട്രീയ ചൂടുമാറ്റങ്ങൾക്കും നമ്മൾ സാക്ഷികളായി. അതുപോലത്തെ ഒരു വാർത്തയാണ് ഇപ്പോൾ പട്ടാമ്പിയിൽ നിന്നും വരുന്നത്. പട്ടാമ്പിയിൽ കോൺഗ്രസ് വിമത സ്ഥാനാർത്ഥിക്ക് പിന്തുണയുമായി LDF. 13ാം വാർഡിൽ മത്സരിക്കുന്ന PP അബ്ദുൾ വഹീദിനാണ് LDF പരസ്യ പിന്തുണ അറിയിച്ചത്. ഈ വാർഡിൽ LDF സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടില്ല. പ്രവാസി കോൺഗ്രസ് ഭാരവാഹിയും ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറിയുമായിരുന്നു അബ്ദുൾ വാഹിദ്. TP ഷാജിയെ വീണ്ടും കോൺഗ്രസിൽ തിരിച്ചെടുത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് പ്രവാസി കോൺഗ്രസ് നേതാവും പട്ടാമ്പി ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറിയുമായിരുന്ന PP അബ്ദുൾ വാഹിദ് ആണ് കോൺഗ്രസിലെ വിമത സ്ഥാനാർത്ഥിയായത്. കോൺഗ്രസിൽ നിന്നും പുറത്താക്കപ്പെടുകയും CPM-മായി ചേർന്ന് UDF-ൽ നിന്നും സഭാഭരണം 5 വർഷം കൈയാളുകയും ചെയ്തു. തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുൻപ് കോൺഗ്രസിൽ തിരിച്ചെത്തിയ TP ഷാജിയെ സ്വീകരിച്ചതിലാണ് കോൺഗ്രസിൽ പ്രതിഷേധം. LDF പട്ടാമ്പി മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടന വേളയിലാണ് PP അബ്ദുൾ വാഹിദിനെ പരസ്യ പിന്തുണ അറിയിച്ച് LDF രംഗത്തെത്തിയത്. അബ്ദുൾ വാഹിദ് മത്സരിക്കുന്ന 13ാം വാർഡിൽ LDF സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടില്ല. LDF മുന്നണിയിൽ ചേർന്നിട്ടില്ലെങ്കിലും LDF-ന്റെ പിന്തുണയോടെ മത്സരിക്കുകയാണെന്ന് PP അബ്ദുൾ വാഹിദ് പറഞ്ഞു. സാഹചര്യം പട്ടാമ്പിയിലുണ്ടായിട്ടുള്ളത് കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ. പ്രധാനമായിട്ടും ഒരു വിഭാഗം ആളുകൾ കോൺഗ്രസിലേക്ക് വന്നു. അപ്പോൾ അത്രയും കാലം കഷ്ടപ്പെട്ട ആളുകളുണ്ട്, അവരെ തഴയപ്പെടുന്ന ഒരു സമയത്ത് തഴയപ്പെടുകയുണ്ടായിട്ടില്ല. അതിൽ പ്രതിഷേധിച്ചാണ് എൻ്റെ സ്ഥാനാർത്ഥി തന്നെ മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം ഞങ്ങളെ പോലുള്ള കുറേ ആളുകൾ സ്ഥാനാർത്ഥിയാകാൻ തീരുമാനമെടുത്തിരുന്നു, നേതൃത്വത്തിൻ്റെ എല്ലാ സപ്പോർട്ടോടും കൂടിയിട്ട്. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ സംഭവിച്ച ഈ വീഴ്ച, പാർട്ടിക്ക് പറ്റിയ വീഴ്ച എന്ന് തന്നെ പറയേണ്ടി വരും. പാർട്ടിയിലുണ്ടായാലും അപജയം, അങ്ങനെ തന്നെ പറയേണ്ടി വരും. ആരും പാർട്ടിയിലേക്ക് കടന്നു വരുന്നതിന് ഞങ്ങളാരും എതിരല്ലായിരുന്നു. പക്ഷേ പാർട്ടിയുടെ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ഞങ്ങളോടൊപ്പം അല്ലെങ്കിൽ ഞങ്ങളെങ്കിലും കൂട്ടി ചർച്ച നടന്നിട്ടില്ല എന്ന് പ്രധാനമായിട്ടുള്ള കാരണം. അതുകൊണ്ട് തന്നെ നിരവധിയായ ആളുകൾ ഈ വിഷയത്തിൽ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. പാർട്ടിയെ ഒരുപാട് ആളുകൾ വിട്ടു നിൽക്കുന്നുണ്ട്. ഈ ഇലക്ഷനിൽ വിട്ടു നിൽക്കാൻ തന്നെയാണ് അവരുടെ തീരുമാനം. ആദ്യം തന്നെ സ്ഥാനാർത്ഥിയാക്കാനായിരുന്നു പാർട്ടിയുടെ തീരുമാനം. TP ഷാജിയുടെ വരവോടെ തന്റെ സ്ഥാനാർത്ഥിത്വം ഷാജിയുടെ താല്പര്യമുള്ള ആൾക്ക് നൽകി. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായി പാർട്ടി നിർദ്ദേശപ്രകാരം എല്ലാ ഒരുക്കങ്ങളും നടത്തിയെന്നും അവസാന നിമിഷം സീറ്റ് നിഷേധിക്കുന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചതെന്ന് അബ്ദുൾ വാഹിദ് പറഞ്ഞു. പട്ടാമ്പിയിലെ കോൺഗ്രസ് പാർട്ടിയിൽ കൂടിയാലോചനകൾ ഇല്ലാതെയാണ് തീരുമാനങ്ങൾ നടക്കുന്നതെന്നും വാഹിദ് ആരോപിച്ചു.